വെൽക്കം ടു Junction. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ചുരുങ്ങിയ സമയത്തിന് ഒരു കാര്യം അവതരിപ്പിച്ച് ഒരു ചുരുങ്ങിയ സമയത്തിന് ഉള്ളിൽ ഇത്രയധികം ഒരു സാധനത്തിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും ഒരുപാട് വിപ്ലവം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ChatGPT കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ChatGPT കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ ഒരു എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണോ, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആരെങ്കിലും കോളേജിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും അസൈൻമെന്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നോർമലി നമ്മൾ ഗൂഗിൾ സെർച്ചിൽ ചെക്ക് ചെയ്ത് നോക്കും. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വെബ് പേജിലൊക്കെ പോയിട്ട് തപ്പിയെടുത്ത് ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ അത് പോരെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു വെബ്സൈറ്റിൽ പോകും, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ കുറേ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യും നമുക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ നമ്മളത് മനസ്സിലാക്കാറുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. ഇനി ജസ്റ്റ് ഇമാജിൻ, നമുക്ക് നന്നായിട്ട് അറിവുള്ള ഒരു മനുഷ്യനെക്കാളും ഉപരി ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് നമ്മൾ എന്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ നമുക്ക് ഉത്തരം കിട്ടുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ കേരളത്തിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? അത് കേരളത്തിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു. ഒരു സിസ്റ്റത്തിനകത്ത് നിങ്ങൾ കേരളത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു, ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു തന്നു. നിങ്ങൾ അത് കഴിഞ്ഞ് ചോദിക്കുന്നത് എത്ര ഡിസ്ട്രിക്റ്റ് ആണ് കേരളത്തിലുള്ളത്, എന്നിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നു, കേരളത്തിന്റെ പ്രത്യേകതകൾ എന്തെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കണം. അതിൽ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. അല്ലെങ്കിൽ എന്താണ്, പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് നിങ്ങൾക്കൊരു മനുഷ്യനെ പോലെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ChatGPT എന്ന് പറയുന്നത്. ChatGPT എന്ന് പറയുന്നത് നവംബർ 30, 2022 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ചാറ്റ് ബോട്ടാണ്. എന്താണ് ചാറ്റ് ബോട്ട്? സാധാരണ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ചില വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കോൺടാക്ട് അസ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാറ്റ് വിത്ത് അസ് എന്ന് കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്യണം, നമ്മുടെ അടുത്ത് പേര് പറയാൻ പറയുന്നു, നമ്മൾ പേര് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇമീഡിയറ്റ്ലി ആ സൈഡിൽ ഇരുന്നിട്ട് മനുഷ്യനെ പോലെ സംസാരിക്കണം. അല്ലെങ്കിൽ ചില വെബ്സൈറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു. പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ ചോദിക്കും നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു മൊബൈൽ കമ്പനി അടുത്താണെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങൾ BSNL അടുത്ത് സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ BSNL നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുകയാണ് ചാറ്റ് ബോട്ടിൽ. അപ്പോൾ അവർ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ആണ്, നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണോ പ്രീപെയ്ഡ് കണക്ഷൻ ആണോ? അങ്ങനെ നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ കുറച്ച് ഓപ്ഷൻ തരികയാണ്. നിങ്ങൾ ബില്ലിങ്ങിനെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്, നിങ്ങൾ സർവീസ് ഇഷ്യൂ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബില്ലിംഗ് ഇഷ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു നിങ്ങൾക്ക് ബില്ല് വേണ്ടതാണോ, അല്ലെങ്കിൽ ബില്ലിനകത്തുള്ള പ്രോബ്ലം ആണോ? അവർ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം പറയുന്നു. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തരുന്ന സിസ്റ്റം തരുന്ന ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് നമുക്ക് അതായിരിക്കില്ല നമ്മുടെ യഥാർത്ഥ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇമാജിൻ, അതിന് പകരം ഒരു സിസ്റ്റമാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയുന്നതിന് ഉത്തരമെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് മനുഷ്യരെ പോലെ തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ചാറ്റ് ബോട്ടാണ് ChatGPT എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. എന്താണ് ChatGPT എന്ന് മനസ്സിലായി? ഇതൊരു ചാറ്റ് ബോട്ടാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത്, ഒരു കമ്പനിയുടെ അടുത്ത് നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ സംസാരിക്കുമ്പോൾ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തരുന്നതെങ്കിൽ, ChatGPT തരുന്നത് ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനെ കുറിച്ചും അതിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ കേരളത്തിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പല ഇൻഫർമേഷനും അതിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി നിങ്ങൾക്കൊരു പോയം റൈറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ജസ്റ്റ് ആ സബ്ജക്റ്റ് ഫീഡ് ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ് എ പോയം ഓൺ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ന് എഴുതിയിരുന്ന, ഇപ്പം ഒരു സമ്മറിനെ കുറിച്ചോ അല്ലെങ്കിൽ വിന്ററിനെ കുറിച്ചോ നിങ്ങൾക്കൊരു പോയം എഴുതണം. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വളരെ യുണീക്ക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വേറെ എങ്ങൊന്നും കോപ്പി ചെയ്യാത്ത വളരെ യുണീക്ക് ആയിട്ടുള്ള പോയം നിങ്ങൾക്ക് റൈറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, ഇത് നിങ്ങൾ കോപ്പി ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറയും ഇത് കോപ്പി ചെയ്തതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു പോയം റൈറ്റ് ചെയ്ത് തരും. അതാണ് ChatGPTയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ഹ്യൂമൻ എങ്ങനെയാണോ, ഒരു മനുഷ്യൻ സാധാരണ എങ്ങനെയാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട്, 100% ആക്യുറസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും വളരെ ആക്യുറേറ്റ് ആയിട്ട്
മനുഷ്യരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടാണ് ChatGPT. ഇനി ആരാണ് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇതിന്റെ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ChatGPT യഥാർത്ഥത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. അത് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് ആണ്. പുള്ളി പക്ഷേ 2018 ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് റിസൈൻ ചെയ്തു. പക്ഷെ ഇപ്പോഴും അതിന്റെ ഒരു പേട്രൺ ആണ്, അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഓൾറെഡി തന്നെ DALL-E 2 എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ആർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു കോൺടെസ്റ്റ് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ സിസ്റ്റം തന്നെ വരച്ച് നിങ്ങൾക്ക് തരും. അപ്പോൾ അവരാണ് ഈ ChatGPT എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നേരത്തെ പറയുന്ന പോലെ November 30, 2022 പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 5 ദിവസം കൊണ്ട് ഒരുപക്ഷെ ലോകത്തിലെ വേറെ ഒരു സിസ്റ്റത്തിലും ഇത്രയധികം യൂസേഴ്സ് ഉണ്ടായിട്ടുണ്ടാവില്ല. 1 മില്യൺ യൂസേഴ്സ് ക്രോസ് ചെയ്തു. അങ്ങനെ ഒരു റെവല്യൂഷൻ ഇത് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി ഭാവിയിൽ ഗൂഗിളിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ChatGPT എന്ന് പറഞ്ഞാൽ. ഗൂഗിളിനെയൊക്കെ റീപ്ലേസ് ചെയ്യുമല്ലോ എന്നുള്ളതൊക്കെ കാലം കണ്ടറിയേണ്ട കാരണമാണ്. കാരണം ഗൂഗിളിന് ഇതിനേക്കാളും വലിയ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാരണം അത്രയും ഡേറ്റ ഗൂഗിളിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ ന്യൂസ് വന്നതിന് ശേഷം തന്നെ ഗൂഗിൾ പോലെയുള്ള, മൈക്രോസോഫ്റ്റ് പോലെയുള്ള വലിയ കമ്പനീസൊക്കെ തന്നെ ഓൾറെഡി തന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള എനേബിൾഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കാരണം ഈ ChatGPT എന്ന് പറയുന്നത് AI എനേബിൾഡ് ചാറ്റ് ബോട്ട്സിനെ സംബന്ധിച്ച് വളരെ വലിയൊരു റെവല്യൂഷനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം മനുഷ്യനെ പോലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, സാധാരണ നമ്മൾ പറയാറുണ്ട് AI എനേബിൾഡ് ആയിട്ടുള്ള സിസ്റ്റംസിനൊക്കെ പല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇതുവരെ വന്ന സിസ്റ്റത്തിനൊക്കെ 10 മടങ്ങ് ശക്തിയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഓൾറെഡി തന്നെ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഗൂഗിൾ തന്നെ ഓൾറെഡി തന്നെ ഗൂഗിളിന് ഭാവിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കാവുന്ന ഭീഷണി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരും ഓൾറെഡി ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് തുടങ്ങി. മൈക്രോസോഫ്റ്റ് ഓൾറെഡി തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ സെർച്ച് എഞ്ചിനായ bing.com ഓപ്പൺ API പ്ലാറ്റ്ഫോമായ ChatGPT എനേബിൾ ചെയ്തിട്ട് സെർച്ചേഴ്സ് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇനി ഭാവിയിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ ChatGPT കഴിയും. ഇനി എങ്ങനെയാണ് ChatGPT സാധ്യമാക്കിയിരിക്കുന്നത് നമുക്ക് അത്രയധികം ടെക്നോളജി ജാർഗൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ 2 ടെക്നോളജിയാണ് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചാറ്റ് ബോട്ട് ഫണ്ടമെന്റലി ഹ്യൂമനെ പോലെ വർക്ക് ചെയ്യണമെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വേണം, NLP. അത് ആണ് ഫണ്ടമെന്റലി ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിന് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയൊന്നും മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ മലയാളം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കോഡിംഗ് ഒക്കെ റൈറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടാണ് ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇതെന്താണ് ചെയ്യുന്നത്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ കൊണ്ട് പ്രോഗ്രാമിങ്ങിന് പകരം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു. അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് റൈറ്റ് എ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് അത് മനസ്സിലാവുകയാണ്, ഒരു പാരഗ്രാഫ് എഴുതാനാണ് എന്ന് മനസ്സിലാവുന്നു, ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണെന്ന് മനസ്സിലാവുന്നു. ആ ഒരു ടെക്നോളജി, അതിനെ എനേബിൾ ചെയ്യുന്ന ഒരു ടെക്നോളജി. പക്ഷേ ഇതിനൊരു ആക്യുറസി വരണമെങ്കിൽ, പല വേർഡ്സും അതിന് പിക്ക് ചെയ്യണമെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യണമെങ്കിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വേണം. അതാണ് GPT എന്ന് പറഞ്ഞാൽ. GPT എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ്, പ്രീ എന്ന് പറഞ്ഞാൽ പ്രീ ട്രെയിൻഡ്, പിന്നെ T എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ. ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ടെക്നോളജിയും NLP കൂടെ ചേർന്നിട്ടാണ് ChatGPT ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആക്യുറേറ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അതിനകത്ത് സംസാരിച്ചിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി, ആ ചാറ്റിൽ തന്നെ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫസറിനെ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾക്കൊരു കഥ എഴുതിപ്പിക്കണം, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് കൊടുത്തിട്ട് ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ അത് കഥ എഴുതി തരും. എങ്ങനെ നമുക്ക് ChatGPT രജിസ്റ്റർ ചെയ്യാം, അതൊന്ന് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് chat.openapi.com പോയിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ ചെയ്യാം. നിങ്ങൾ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ Google ID വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കേരളത്തിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ കേരളത്തിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞപ്പോൾ അത് കേരളത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതി തന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ചോദിച്ചു എത്ര ഡിസ്ട്രിക്റ്റ് ആണുള്ളത്. അപ്പോൾ 14 ഡിസ്ട്രിക്റ്റും അതൊക്കെ ഡീറ്റെയിൽ ലിസ്റ്റ് ചെയ്തു തന്നു.
പിന്നെ അതിലൊരു ഡിസ്ട്രിക്ട് വയനാടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ പറ്റും. അപ്പോൾ വയനാടിനെ കുറിച്ച് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗ്രീനറിയെ കുറിച്ചൊക്കെ റൈറ്റ് ചെയ്തു തന്നു. പിന്നെ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മലയാളം മൂവിയുടെ സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, അതിന് എന്തൊക്കെ വേണം, അതിൻ്റെ പ്ലോട്ട്, ക്യാരക്ടേഴ്സ് ഒക്കെ വേണം എന്നൊക്കെ ജസ്റ്റ് അത് തന്നെ എഴുതി തന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സാധാരണ ഇതിന് ഗൂഗിൾ സെർച്ചിൽ കയറി പല വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്ത് നോക്കുന്നതിന് പകരം ഒരു സിസ്റ്റത്തിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ, ഒരു മനുഷ്യൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ, അതായത് ലോകത്തുള്ള പല ഇൻഫർമേഷൻസിനെ കുറിച്ചും നല്ല അറിവുള്ള ഒരാളെ പോലെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ChatGPT. പക്ഷെ നാളെ ChatGPTയേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ സിസ്റ്റംസ് ഒക്കെ വരുമായിരിക്കും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവലാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുമായിട്ടുള്ള പല കമ്പനീസിന്റെ ഏറ്റവും വലിയൊരു പ്രചോദനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ChatGPT എന്ന് പറഞ്ഞാൽ. അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ചിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഗൂഗിൾ സെർച്ച് ആവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ പേജസിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യണം. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയം റൈറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു പോയം റൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു, റൈറ്റ് എ പോയം അബൌട്ട് വിന്റർ. അപ്പോൾ വിന്ററിനെ കുറിച്ച് ഒരു പോയം റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് യുണീക്ക് ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നത് ഇത് യുണീക്കാണ്, ഞാൻ അങ്ങനെ കോപ്പി ചെയ്യാറില്ല എന്ന് പറയുന്നു. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ളൊരു പോയമാണ് റൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ഉള്ള ഒരു HTML കോഡ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ഒരു കോഡ് റൈറ്റ് ചെയ്ത് തന്നു. അങ്ങനെ മനുഷ്യർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യിപ്പിക്കാനായിട്ട് ഈ സിസ്റ്റത്തിനെ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോളേജിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലത്തേക്ക് കുട്ടിക്ക് കിട്ടിയ എന്തെങ്കിലും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ChatGPT യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് എന്തെങ്കിലും കോണ്ടന്റ് റൈറ്റേഴ്സ് ആണ്, നിങ്ങൾ എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു 4 ലൈൻസ് എഴുതാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതി തരും. അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അത് റൈറ്റ് ചെയ്ത്, അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത്രയധികം കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ChatGPTക്ക് പറ്റുമെന്നുള്ളതാണ്. അറ്റ് പ്രസന്റ് ChatGPT ഒരു ഫുള്ളി ഫ്രീ സർവീസ് ആണ്. പക്ഷേ ഭാവിയിൽ അവരത് ചാർജ് ചെയ്ത് തുടങ്ങുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഓരോ വേർഡ് പ്രോസസ്സ് ചെയ്യുന്നതിന് തന്നെ ഒരുപാട് കാശ് അവർ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിൽ വരുമ്പോൾ അതുകൊണ്ട് തന്നെ അവരത് ഓൾറെഡി ചാർജ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി തന്നെ ChatGPT പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു പെയ്ഡ് വേർഷൻ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു പെയ്ഡ് വേർഷൻ ഓൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ChatGPT നാളെ ഒരു പക്ഷേ നമ്മൾ സെർച്ചേഴ്സിന് ഗൂഗിളിനെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ChatGPT. ഒരു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല AI എനേബിൾഡ് ആയിട്ടുള്ള ടെക്നോളജി സാധ്യമാക്കാനായിട്ട് മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്കവറിയാണ്, ഒരു ഇൻവെൻഷനാണ് ChatGPT എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും പല കമ്പനീസും ഇതിന് വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ChatGPT. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ റെസ്പോൺസും, നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇനി വരുന്ന വീഡിയോസിലേക്ക് ഡിസ്കസ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാനും സാധിക്കും.